ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന വിഭാഗത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റേഷ്യോ ഓഫ് നെറ്റ് സെയിൽസ് ടു നെറ്റ് WC ഈസ് എ WC ടേൺ ഓവർ റേഷ്യോ. Observing changes in the financial variable across the years in horizontal analysis. Ratio of net profit before interest and tax to sales in a operating profit ratio. Statistical yardstick that provides a measure of the relationship between two accounting figures, the accounting ratio. Debt equity ratio is a solvency ratio. The turnover ratio helps management in evaluating performance. Long-term solvency is indicated by current ratio. Debit or easily ratio. The three most useful general purpose financial statements for management are profit and loss account, balance sheet, and statement of changes in financial position. In the case of limited company, the term financial statement includes financial statement എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ദ ടേം കറണ്ട് അസെറ്റ് ഡു നോട്ട് ഇൻക്ലൂഡ്, ഈ തന്നിരിക്കുന്നതിൽ കറണ്ട് അസെറ്റിൽ വരാത്തത് ലോങ് ടേം ഡിഫേർഡ് ചാർജസ്, പേയ്മെൻറ്റ്സ് ഇൻ അഡ്വാൻസ്, ബിൽസ് റിസീവബിൾ, ഇതെല്ലാം കറണ്ട് അസെറ്റാണ്. ദ ഫോളോയിങ് ഈസ് എ റെക്കോർഡഡ് ഫാക്ട്. റെക്കോർഡഡ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആർ ദ റെക്കോർഡഡ് ഫാക്ട്. ദ ടേം ഫിക്സഡ് അസെറ്റ് ഇൻക്ലൂഡ്, ഫിക്സഡ് അസെറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ തന്നിരിക്കുന്നതിൽ ഫർണിച്ചർ മാത്രമാണ് ഫിക്സഡ് അസെറ്റിൽ വരുന്നത്. ദ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ ജനറലി ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ദാറ്റ് മാച്ചസ് ദ റവന്യൂസ് ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂസ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് അറ്റ് എ സ്പെസിഫിക് മൂമെൻറ്റ് ഓഫ് ടൈം. ഒരു ഫിനാൻസ് പൊസിഷൻ്റെ, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻസ് പൊസിഷൻ അറിയാനായിട്ടാണ് ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. Assets and liabilities in a balance sheet may be arranged either according to liquidity and permanency order. Financial statements disclose only monetary facts. Financial statementsനകത്ത് എന്താണ്? മോണിറ്ററി ഫാക്ട്സ് ആണ് കാണിക്കുന്നത്. Profit and loss account is also called income statement. Rearrangement of figures is necessary for അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ അത്യാവശ്യമാണ്. ഫണ്ട് ഫ്ലോ റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് ഫ്ലോ എന്തിനാണ് വരുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ വരും. ബിൽഡിംഗ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്സ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ഫ്ലോ ഓഫ് ഫണ്ട്. കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. എനി ഗെയിൻ ഓൺ ദ സെയിൽ ഓഫ് നോൺ കറണ്ട് അസെറ്റ്സ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ഡിറ്റർമിനിങ് ഫണ്ട്സ് ഫ്രം ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സിൻ്റെ ഫണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഏതിൽ നിന്നാണ് നോൺ കറണ്ട് അസെറ്റ് എന്തിൽ നിന്ന് കുറയ്ക്കണം? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ current account and CL is known as working capital. CA and CL current, അതായത് ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഡിപ്രീസിയേഷൻ ഈസ് സംടൈംസ് ട്രീറ്റഡ് ആസ് എ സോഴ്സ് ഫണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സമയത്ത് നമുക്ക് സോഴ്സ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇൻക്രീസ് ഇൻ ആൻ അസറ്റ് ഡ്യൂ ടു പർച്ചേസ് ഈസ് യൂസർ ഓഫ് ഫണ്ട്സ്. ഇൻക്രീസ് ഇൻ ആൻ അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ യൂസർ ഫണ്ട് പർച്ചേസ് ചെയ്തു എന്നാണ് മീനിങ്. നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് പ്ലസ് നോൺ WC എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു ഫണ്ട് പ്രൊവൈഡഡ് ബൈ ഓപ്പറേഷൻസ്. ടാക്സ് പെയ്ഡ് ബൈ, ടാക്സ് പേ ചെയ്യുന്നത് ആരാണ്? ആപ്ലിക്കേഷൻ ഫണ്ടിൽ നിന്നാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ആണ് ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്.
Stock at the end results in the source of fund. എൻഡ് റിസൾട്ടിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ടാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഷെയർ പ്രീമിയം അക്കൗണ്ട് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. ഷെയർ പ്രീമിയം അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാലും സോഴ്സ് ഫണ്ടാണ്. എ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് ഫണ്ടാണ്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ദ ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ ഇൻക്രീസ് നെറ്റ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ആകുന്നത്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഡെപ്റ്റേഴ്സ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ക്യാഷ്. നമ്പർ ഓഫ് ഡെപ്റ്റേഴ്സ് കൂടുക എന്ന് പറഞ്ഞാൽ ക്യാഷ് കുറയുക എന്നാണ് മീനിങ്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബിൽസ് പേയബിൾ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഇൻ ക്യാഷ്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബിൽസ് പേയബിൾ, എത്ര ബില്ലാണോ നമുക്ക് പേ ചെയ്യേണ്ടത്, പേ ചെയ്യേണ്ട ബില്ല് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻക്രീസ് ചെയ്തു എന്നാണ് മീനിങ്. ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് മാർജിനൽ കോസ്റ്റ് ഡസ് നിയർ ഇൻക്ലൂഡ്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് അതിനകത്ത് വരും. മാർജിനൽ കോസ്റ്റിൽ എന്ത് വരും? ഫിക്സഡ് കോസ്റ്റ് വരും. ഇൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എ ഡാഷ് കോസ്റ്റ് ഈസ് ആഡഡ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് കോസ്റ്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ഫിക്സഡ് കോസ്റ്റ് കൂടെ ആഡ് ചെയ്ത് വരണം. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതായത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ രീതിയിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. അറ്റ് IEP കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. എ ഹയർ POW ratio indicates greater profitability. ഹയർ POW ratio എന്ന് പറയുന്നത് എന്തിനെയാണ്? ഗ്രേറ്റർ പ്രോബബിലിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് വി അക്കൗണ്ട്. ദ BEP ഈസ് ഡാഷ് വെൻ ദ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ്. സെല്ലിംഗ് പ്രൈസസ് ഇൻക്രീസ് ചെയ്താൽ BEP എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ദ സ്റ്റോക്ക് ഈസ് വാല്യൂറ്റഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിങ്ങിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റിന് ഇക്വലൻ്റ് ആണ്. വെൻ ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഈസ് നിൽ ദ ലോസ് വിൽ ബി ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്. ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലോസ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇൻ മാർജിനൽ കോസ്റ്റ് VE ഈസ് ചാർജ് ടു പ്രോഡക്ട്സ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ചാർജ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് VE ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഈ മാർജിനൽ കോസ്റ്റിൽ VE എന്ന് പറയുന്നത് പ്രോഡക്റ്റിൽ ചാർജ് ചെയ്യും. ഫിക്സഡ് കോസ്റ്റ് എവിടെയാണ്? പ്രോഫിറ്റിൻ്റെ ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യും. അറ്റ് BEP ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് വാല്യൂ. ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് 20 റുപ്പീസ്. ഒരു സാധനത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതായത് വിറ്റ വില എന്ന് പറഞ്ഞാൽ 20 രൂപ. VC വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 12 രൂപ പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 16,000. ദ ബ്രേക്ക് ഈവൻ ടു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര? 2000 ആയിരിക്കും. ഇത് പ്രോബ്ലമൊക്കെ ഫോർമുല വെച്ച് ചെയ്ത് നോക്കേണ്ടതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുവാണ്. അടുത്ത ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് പറയുക. Equity to fixed interest bearing securities is the asset test ratio. ഇക്വിറ്റിയും ഇക്വിറ്റി ടു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഇക്വിറ്റി ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്ന ആസറ്റ് ടെസ്റ്റ് റേഷ്യോ അതെന്തുമാണ്? ഫോൾസ് ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് എ സോൾവൻസി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ സോൾവൻസി റേഷ്യോ ആണ്, നേരത്തെ പറഞ്ഞതാണ്. റേഷ്യോ അനാലിസിസ് ഈസ് എ ടെക്നിക് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് ആൻഡ് കൺട്രോളിലെ ഒരു ടെക്നിക്കാണെന്ന്. ഫോൾസ് ആണ്. ഇത് ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഇൻട്രസ്റ്റ് ചാർജസ് ആൻഡ് റീപേയബിൾ ഡ്യൂ ഓൺ. അതായത് ഒരു ഫേമിൻ്റെ എബിലിറ്റി ടു മീറ്റ് ഇൻട്രസ്റ്റ് ചാർജസും റീപേയബിൾ ഡ്യൂസ് ഓണും എന്താണ്? മീറ്റ് ചെയ്യുന്നതിനുള്ള എബിലിറ്റിയെ പറയുന്ന എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം ആണെന്നുള്ളതാണ് പറയുക. എന്താണ്? ട്രൂ ആണ്. ലോങ് ടേം ഒബ്ലിഗേഷൻസ് ആർ റെഫർഡ് ടു ആസ് എ ഇൻസോൾവൻസി. ലോങ് ടേം ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്
എന്ത് പറയാം, സോൾവൻസി എന്ന് പറയാം. ഫോൾസ്. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് എ ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളതാണ് ടേൺ ഓവർ റേഷ്യോ. ട്രൂ. ടേൺ ഓവർ റേഷ്യോ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് rate of return on capital employed is a turnover ratio. Low gearing is preferable to high gearing. Low gearing is preferable to high gearing. False. Capital gearing is a ratio of debt to equity. Capital gearing എന്ന് പറയുന്നത് ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ട്രൂ. Capital gearing is equal to debt by equity. ആസിഡ് ടെസ്റ്റ് ഡിവൈസ് ലിക്വിഡിറ്റി. ആസിഡ് ടെസ്റ്റിനെ ലിക്വിഡിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. ട്രൂ ആണ്. ദ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അറേഞ്ച് സ്റ്റോക്ക് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്റ്റോക്ക് ആണെന്നാണ് പറയുക. ഫോൾസ്. എ ഡിക്രീസ്ഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ യൂഷ്വലി ഇൻഡിക്കേറ്റ്സ് എക്സ്പാൻഡിങ് ബിസിനസ്. ദ ഡിക്രീസ്ഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കുറഞ്ഞാൽ അതെന്താണ്? ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു എന്നാണ് മീനിങ് എന്ന് പറയാം. ഫോൾസ്. Okay, the CR of a company is 2:1. Which of the following suggestions would improve the ratio, which would reduce it and which would not change it? ആൻസർ വരുന്നത് ഇംപ്രൂവ് ദ റേഷ്യോ ഇംപ്രൂവ് ചെയ്യുക. ഡു അത് തന്നെ റെഡ്യൂസ് ദ റേഷ്യോ. നോ ചേഞ്ച് ഇൻ ദ റേഷ്യോ. നോ ചേഞ്ച് ഇൻ ദ റേഷ്യോ. അതായത് ടു പേ ദ കറണ്ട് ലയബിലിറ്റി നമുക്ക് പേ ചെയ്യണമെന്ന് പറഞ്ഞു. അതെന്താണ്? കറണ്ട് ലയബിലിറ്റി നമ്മൾ ആ ഇക്വിറ്റി റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. അത് ഇംപ്രൂവ് ദ റേഷ്യോ. ടു സെൽ എ മോട്ടോർ കാർ ഫോർ ക്യാഷ് അറ്റ് സ്ലൈറ്റ്. ടു സെൽ മോട്ടോർ കാർ ഒരു ചെറിയ ക്യാഷിന് നമുക്ക് വിൽക്കുക എന്നുള്ളത് അങ്ങനെ നമുക്ക് ചെയ്യാം.